ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോസ്റ്റ് പാർട്ടം ഹെഡേക്കിനെ പറ്റിയാണ്. അതായത് പല പേഷ്യൻസും കംപ്ലൈൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് ആഫ്റ്റർ ഡെലിവറി ഭയങ്കരമായിട്ട് ഹെഡേക്ക്, അത് എക്സ്പെഷ്യലി സെക്ഷൻ പേഷ്യൻസ് ആയിരിക്കും കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. അവർക്ക് ഇതുപോലെ ഭയങ്കരമായി ഹെഡേക്ക് ഉണ്ടാവുന്നു, എന്താ റീസൺസ് അറിഞ്ഞുകൂടാ, ഭയങ്കര ഹെഡേക്കാണ്, സ്പൈനൽ ഹെഡേക്ക് ആണോ, എന്താണ് അവർക്ക് എക്സാക്ട് റീസൺ എന്ന് അറിഞ്ഞുകൂടാ. അതാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഹെഡേക്ക് തന്നെ പല രീതിയിലുണ്ട്. അതായത് സ്പൈനൽ ഹെഡേക്കിനുണ്ട്, സ്ട്രെസ്സ് കൊണ്ടും ഉണ്ടാകുന്ന പോസ്റ്റ് പാർട്ടം ഹെഡേക്കും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഹെഡേക്കിൽ സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്ന ഹെഡേക്കാണെങ്കിൽ അത് എപ്പോഴും ബേബീനെ നമ്മൾ ഫീഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയും പിന്നെന്താ ആ ഒരു ആൻസൈറ്റി, സ്ട്രെസ്സ്, അതാണ് ആ സ്ട്രെസ്സ് ഹെഡേക്കിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ. സ്പൈനൽ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ സ്പൈനൽ ഹെഡേക്ക് എപ്പോഴും നമ്മൾക്ക് ആ സെക്ഷൻ ടൈമിൽ സ്പൈനൽ അനസ്തേഷ്യ തരും. അപ്പോൾ സ്പൈനൽ അനസ്തേഷ്യ തരുന്ന ടൈമിൽ സംടൈംസ് സ്പൈനൽ ഫ്ലൂയിഡ് ലീക്കേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ചാൻസസുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂടുതലും സ്പൈനൽ ഹെഡേക്ക് വരാൻ ചാൻസസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആഫ്റ്റർ പോസ്റ്റ് ഡെലിവറി നമ്മളെപ്പോഴും നന്നായി വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളിവിടെ എല്ലാവരോടും പറയുന്ന കാര്യമാണ് 3 to 4 liters ഓഫ് വാട്ടർ ഇൻടേക്ക് ഡെയിലി ഉണ്ടാവണം. പിന്നെ ഒരുപാട് പേർക്ക് യൂറിൻ ഹോൾഡ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. കാരണം ഡെലിവറി കഴിഞ്ഞ് എപ്പോഴും വാഷ്റൂമിൽ പോയിരിക്കാൻ ഭയങ്കര പെയിനാണ്. അപ്പോൾ ഒരുപാട് പേര് യൂറിൻ ഹോൾഡ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. മാക്സിമം എത്ര ഇൻടേക്ക് എടുക്കുന്നോ അത്രയും തന്നെ ഔട്ട്പുട്ട് പോകണം. ഹോൾഡ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. പിന്നെ കഫെയിൻ അടങ്ങിയ സാധനങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക, കോഫി കുടിക്കുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ ഫോൺ ഒരുപാട് യൂസ് ചെയ്യും. അപ്പം ഫോണ് മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. അവോയ്ഡ് യുവർ ഫോൺസ്. ജസ്റ്റ് ഒരു 3-4 ഡേയ്സേക്ക് ഫോൺ അധികം യൂസ് ചെയ്യാണ്ടിരിക്കുക. അത് നമ്മുടെ ഹെൽത്തിനും ബേബീൻ്റെ ഹെൽത്തിനും നല്ലതായിരിക്കും. പിന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ ഒരുപാട് നേരം ഇരിക്കും. സെക്ഷന് ശേഷമാണെങ്കിലും നോർമലിന് ശേഷമാണെങ്കിലും ഒരുപാട് നേരം സ്ട്രെയിൻ കൊടുത്ത് ഇരിക്കാൻ ശ്രമിക്കും. ഫീഡിങ്ങിന് ആക്ച്വലി ഇരുന്നുള്ള ഫീഡിങ്ങാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നുകൊണ്ടിരുന്നാൽ ഫീഡിങ്, അതർ ദാൻ ഫീഡിങ്, ചുമ്മാ അല്ല നമ്മൾ എപ്പോഴും ഇരുന്നുകൊണ്ടിരുന്നാൽ നമുക്ക് സ്പൈനൽ ഹെഡേക്ക് ചാൻസസ് ഉണ്ട്. നമ്മുടെ നെക്ക്, അതുപോലെ തന്നെ ഹെഡിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം, തലയുടെ ഈ ഒരു നടുഭാഗം, അതുപോലെ തന്നെ ബാക്ക്, ഈ ഒരു ഏരിയസിലാണ് സ്പൈനൽ ഹെഡേക്ക് വരുവാണെങ്കിലും കൂടുതലായിട്ടും ചാൻസസ്